Hi future pharmacists, welcome to Elite Expertise. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കാനഡയിൽ എങ്ങനെ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ട് മാറാമെന്നുള്ളതിനെ പറ്റിയാണ്. അതിനായി 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 1 ഇസ് ഡോക്യുമെന്റ് ഇവാലുവേഷൻ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാർമസിസ്റ്റ് ഗേറ്റ്വേ ഓഫ് കാനഡയിൽ പോയി ഒരു കാൻഡിഡേറ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് നാപ്ര ID ഉപയോഗിച്ചിട്ട് നമ്മുടെ എല്ലാ ഡോക്യുമെൻസും അത് പേഴ്സണലോ അക്കാഡമിക്കോ ആയിക്കോട്ടെ അതിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് ഇവാലുവേഷന് ശേഷം അവർ നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് തരുന്നതായിരിക്കും. അങ്ങനെ ഒരു മെയിൽ കിട്ടിയതിന് ശേഷം സ്റ്റെപ്പ് നമ്പർ 2 നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. സക്സസ്ഫുള്ളി ക്ലിയർ ദ ഫസ്റ്റ് എക്സാം. അത് ഏത് എക്സാം എന്ന് പറഞ്ഞാൽ ഫാർമസിസ്റ്റ് ഇവാലുവേറ്റിംഗ് എക്സാമിനേഷൻ എന്നാണ് അതിനെ പറയുന്നത്. 2 പാർട്ടുണ്ട് അതിന്. പാർട്ട് 1 ഇസ് ആൻ MCQ, പാർട്ട് 2 ഇസ് OSCE. അതിനുശേഷം ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ലാസ്റ്റ് എക്സാം ആയിട്ടുള്ള ഫാർമസിസ്റ്റ് ക്വാളിഫയിങ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതാണ് സ്റ്റെപ്പ് നമ്പർ 3. അപ്പോൾ ഈ എക്സാമും ആദ്യത്തെ എക്സാമിനെ പോലെ തന്നെ 2 പാർട്ടായിട്ടാണുള്ളത്. പാർട്ട് 1 MCQ, പാർട്ട് 2 OSCE. സോ ഇത് ഫാർമസിസ്റ്റ് ഓഫ് കാനഡ ആകാനായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.